അലങ്കരിക്കുന്നതിന് രണ്ടാം വാതിലൂടെ കൊണ്ടുവന്ന് അലങ്കരിച്ച് വിളക്ക് വെച്ച് എടുത്തു കൊണ്ടുവന്ന് ഇതിനൊക്കെ ചേർത്തി അതിൽ സ്വർണത്തിൻ്റെ വെള്ളിയിലെ മുതലായ പുഷ്പങ്ങൾ അത് ഈ വാര്യർ നമ്പീശൻ മുതലായ സമുദായക്കാരുണ്ട്. അത് ക്ഷേത്രത്തിൽ അവർ ചാർത്തിയിട്ടുള്ള അവർ കെട്ടിയിട്ടുള്ള മാലകളാണ്. വേറെ ഇപ്പോൾ ടൗണിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതായ ഈ തേങ്ങ മുല്ല ഇങ്ങനെയുള്ളവർ അത് പഴയ ആൾക്കാരായിട്ട് കെട്ടുന്നതാണ്. അത് കൊണ്ടുവന്നിട്ട് ചാർത്തിൽ പറ്റില്ല. അതിൽ ശുദ്ധമൊന്നും ഉണ്ടാവില്ലാന്നോ അല്ലെങ്കിൽ അതിന് ഇതിനൊക്കെ ഒരു സമുദായത്തിൻ്റെ ആൾക്കാർ. അപ്പോൾ വാര്യർ നമ്പി മുതലായവരാണ് ഈ മാല കെട്ടത്. ആ മാല അവർ കെട്ടിക്കഴിഞ്ഞാൽ അത് മാല ഈ ഓട നേരത്തെ നമ്മൾ പറഞ്ഞു ഈ മുളയുടെ വർഗത്തിൽപ്പെട്ടായ ഓട മുതലായ ഉണ്ടാക്കുന്ന ഒരു തട്ടുണ്ട്, ഒരു വൃത്താകൃതിയുടെ. അതിന് ഈ മാല ചാർത്തി ആ മാലയിൽ ഈ വെള്ളിപ്പുഷ്പം സ്വർണ്ണപ്പുഷ്പം ഇതൊക്കെ അതിൽ ചാർത്തി അത് വിഗ്രഹത്തോട് ചേർത്ത് ബന്ധിച്ച് ഉറപ്പിച്ച് അതിന് ഈ സത്യപ്പെടാവുന്നതായ ഇതെല്ലാം ചേർത്ത് അത് ഏകദേശം 2 മണിക്കൂർ കുറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു കർമ്മമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആടെ എത്തിയിരിക്കണം. എന്നിട്ട് ഇത് ചാർത്താൻ കുറച്ച് താമസമുണ്ട്. ഇപ്പോൾ രാത്രി ഒരു 8 മണിക്കാണ് ഒരു കർമ്മത്തും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് ഇവിടെ എത്തണം. ചവർണത്തിന് മുമ്പായിട്ട് എത്തി അതിന് മുമ്പായിട്ട് തന്നെ തുടങ്ങേണ്ടി വരും. അതിന് കുറേ താമസം ഉണ്ടാകും. മാല ഇത് നമ്പീശന്മാർ തയ്യാറാക്കി കഴിഞ്ഞാൽ തിരുമണി ആയിട്ടുണ്ട് ശരിയെന്നപ്പോൾ അതിൻ്റെ തുടങ്ങലായി. വൈകുന്നേരം നമ്മൾ വേറെ തിരക്ക് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇതൊന്നും മാറ്റാനാവില്ല. കുറേ അതിലെല്ലാം സമീപമാണ്. ഇതല്ലെങ്കിൽ നമ്മൾ ഇത് ഒരുപാട് അധ്വാനിക്കുന്നതായത് നമുക്ക് ഉള്ളിൽ സമയത്ത് ഇരുന്ന് വല്ലതും തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ കെട്ടുന്നതും നല്ല ഭദ്രമായിട്ടുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. ഫാമിലിയെ കുറിച്ചും എനിക്ക് 2 ആൺമക്കളാണ്. മൂത്തവൻ ഗോവിന്ദൻ, എൻ്റെ പേരെന്ന് പറയുന്നത് അത് മുത്തച്ഛൻ്റെ പേരാണ് സാധാരണ കറി. അങ്ങനെ മകനും ഗോവിന്ദൻ